2025 BSc നഴ്സിംഗും പാരാമെഡിക്കൽ സ്ട്രീമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനായിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം, ഏതൊക്കെ കോഴ്സുകളാണ് ഇതിലുള്ളത്, എന്തൊക്കെ റിസർവേഷൻസ് നമ്മളുണ്ട്, ആ റിസർവേഷൻ കിട്ടാൻ നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാലോ, +2 ഏകജാലകമൊക്കെ നിങ്ങൾ പരിചിതമാണ്. അതുപോലൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യണതും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെൻറ്റ് നടത്തുന്നതെല്ലാം തന്നെ LBS ആണ്. സോ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് ഞാനത് കാണിച്ചു തരാം. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് മാത്രമല്ല, നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നുകൂടി പറയുകയാണ്, ഇന്ന് ഈ ഒരു ഇത് ഓപ്പൺ ആയിട്ടില്ല, ഈ ആഴ്ച തന്നെ ഇത് ഓപ്പൺ ആവും. സോ നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് BSc നഴ്സിംഗ് അല്ലാതെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ BSc MLT, BSc പ്രൊഫഷൻ ടെക്നോളജി. ഒരു കാര്യം പറയട്ടെ, പ്രോസ്പെക്ടസ് റിലീസായിട്ടില്ല. സോ പ്രോസ്പെക്ടസ് റിലീസായിട്ടാണ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ദിവസം തന്നെ പ്രോസ്പെക്ടസ് റിലീസാവും. ചിലപ്പോൾ 1-2 ദിവസം മുമ്പ് പ്രോസ്പെക്ടസ് റിലീസാവും. സോ അതിൽ ഈ ഓരോ കോഴ്സുകളും അതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സ് കൊണ്ട് എത്ര വർഷത്തെ കോഴ്സാണ്, അതിൽ നമുക്ക് ക്ലാസ്, അതായത് പഠിത്തം എത്രയാണ്, ഇൻറ്റേൺഷിപ്പ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ പ്രോസ്പെക്ടസ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ കോഴ്സുകളൊന്ന് പറഞ്ഞു പോകാം. BSc നഴ്സിംഗ് അല്ലാതെ BSc MLT, BSc പ്രൊഫഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BCVT, BASLP, ബോട്ട്, BSc ഡയാലിസിസ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്നിവയാണ് ഇതിൽ കോഴ്സുകൾ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര വർഷത്തെ കോഴ്സാണ്, എന്തൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പ്രോസ്പെക്ടസ് വരുമ്പോൾ നോക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഈ LBS അലോട്ട്മെൻറ്റ് എടുക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലേക്കും പ്രൈവറ്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കുമാണ് LBS അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അതല്ലാതെ കേരളത്തിലുള്ള മറ്റു പ്രൈവറ്റ് കോളേജുകളുടെ അലോട്ട്മെൻറ്റ് വേറൊരു സെക്ഷനായിട്ട് നടക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, ആ ഒരു ടൈമിൽ പറയാം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കേരളത്തിൽ നഴ്സിംഗ് മെഡിക്കൽ കോളേജുകളും സീറ്റുകളൊക്കെ വളരെ കുറവാണ്. സോ നഴ്സിംഗ് അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പലരും അപ്രോച്ച് ചെയ്യും. ഓക്കെ, കേരളത്തിൽ നമുക്ക് നല്ല രീതിയിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ലൈക്ക് നിംഹാൻസ് ഉണ്ട്, സെൻറ്റ് ജോൺസ് ഉണ്ട്, അത് പ്രൈവറ്റ് ആണ്. പിന്നെ നമുക്ക് ജിപ്മർ ഉണ്ട്. ജിപ്മർ നീറ്റിൻ്റെ സ്കോറാണ് എടുക്കുന്നത്. നിംഹാൻസ് എനിക്ക് തോന്നുന്നു നിംഹാൻസിൻ്റെ തന്നെ എൻട്രൻസോ അല്ലെങ്കിൽ +2ൻ്റെ മാർക്കൊക്കെയാണ് എടുക്കുന്നതെന്നാണ്. ഞാൻ എല്ലാ വർഷവും നിംഹാൻസിൻ്റെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇങ്ങനെയുള്ള ചിലപ്പോൾ ഇപ്പം നമ്മളറിയാലോ, നമുക്ക് ഗൂഗിളിൽ നമ്മളൊരു സെർച്ച് ചെയ്താൽ നമ്മൾ കോള് അതിനെ സംബന്ധിച്ച് വീട്ടിലെത്തുന്ന ഒരു കാലമാണ് അല്ലേ. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഈ കോളേജിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക. ആ കോളേജിലെല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ? നമുക്ക് BSc നഴ്സിങ്ങിനൊക്കെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും കൂടി ആവശ്യമുണ്ട്. കാരണം നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർ ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ടൊരു ഇതുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രാക്ടീസൊക്കെ കിട്ടുള്ളൂ, ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതല്ലാതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ചില കോളുകൾ പറഞ്ഞു, നിംഹാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് വരുന്നവർ, ഇപ്പം നിംഹാൻസ് ഒന്നും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു അഡ്മിഷനൊന്നും എടുത്ത് കൊടുക്കുന്നില്ല ആർക്കും. സെൻറ്റ് ജോൺസും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ വന്നിട്ട് അങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലവർ എഴുതാറുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ പോയി വാങ്ങിയിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പറയുവാണ്, നിങ്ങൾ അങ്ങനെ കോളേജുകൾ ചൂസ് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള നല്ല കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സമീപിക്കുന്നവരെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം അങ്ങനെയൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും അങ്ങനെ അഡ്മിഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സോ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. കാരണം എല്ലാ വർഷവും കുട്ടികൾ വന്ന് നമ്മളോട് മെയിൽ ചെയ്തും, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ വീഡിയോ എടുത്ത് നോക്കിയാൽ അപ്പോൾ കാണാൻ പറ്റും, എവിടെയെങ്കിലും ഒരാളുടെ കമൻറ്റ് സെക്ഷനിൽ കിടപ്പുണ്ടാവും, ഞങ്ങളുടെ 4 ലക്ഷം പോയി 5 ലക്ഷം പോയി എന്ന് പറയുന്ന ഒരു ഇത്. നമ്മളൊരു 10 രൂപ ഉണ്ടാക്കണ ബുദ്ധിമുട്ട് നമ്മുടെ പാരൻസിൻ്റെ എന്താണെന്ന് നമുക്കറിയാം. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കണേ മുമ്പായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയാം. ഓക്കെ,
ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് SC/ST കാൻഡിഡേറ്റ്സിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 800 രൂപയാണ് കേട്ടോ. അത് SC/BC അല്ലെങ്കിൽ OEC ആണെങ്കിലും OBC ആണെങ്കിലും പിന്നെ EWS ആണെങ്കിലും ഒക്കെ ഫീസ് വരുന്നത് 800 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രം 400 രൂപയാണ്. പിന്നെ സർവീസ് കാൻഡിഡേറ്റ്സിന് 800 രൂപ ഫീസ് വരുന്നുണ്ട്. ഈ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം. അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ചെല്ലാൻ, ഗൂഗിൾ പേ എങ്ങനെ വേണമെങ്കിലും അടക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചെല്ലാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകാം അല്ലേ. ഓക്കെ, ചെല്ലാൻ എന്ന് പറയണതേ നമ്മുടെ ഇത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുറച്ച് പേർ കേൾക്കാത്തവർക്ക് വേണ്ടി പറയാനാണ് കേട്ടോ. ചെല്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ചെല്ലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട്, ഷെഡ്യൂൾഡ് ഇതിൽ വരുന്ന ബാങ്ക് ആയിരിക്കണം, അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫീസ് അടക്കാം. അപ്പോൾ ഓൺലൈൻ അടയ്ക്കാവുന്നവർ അങ്ങനെ അടച്ചാൽ മതി. ഇനി ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു ഫോണിൽ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ ഇല്ലാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ടാവും. അവരെ പരിഗണിക്കാൻ വേണ്ടിയാണ് ഈ ചെല്ലാനൊക്കെ അവൈലബിൾ ആക്കിയേക്കുന്നത്. അപ്പോൾ ഓൺലൈൻ അടക്കാൻ പറ്റാത്തവർക്ക് ചെല്ലാൻ അടക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയയിലോ കഫേയിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സാറിന് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അടച്ചോളൂ. അപ്പോൾ ഈ ഒരു കേസിൽ അങ്ങനെ അടക്കണേ കൊണ്ട് കുഴപ്പമില്ല. ആപ്ലിക്കേഷൻ ഫീസ് 800 രൂപയില്ല. അത് നമുക്ക് തിരിച്ച് കിട്ടാനൊന്നും പോണില്ലല്ലോ. തിരിച്ച് കിട്ടാൻ ഇതുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അടക്കരുത്. നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ തന്നെ കൊടുത്ത് അടക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് രജിസ്ട്രേഷൻ്റെ കാര്യം. ഞാനിപ്പോൾ ഈ അക്കൗണ്ട് നമ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയുവാണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ നമ്മുടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങളല്ല, അക്ഷയ സെൻറ്ററിലുള്ള അദ്ദേഹമാണ് ചെയ്യണമെങ്കിൽ പോലും 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ID നിങ്ങളുടേതായി തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നാൽ അല്ലെങ്കിൽ ഒരു മെയിൽ വന്നാൽ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ തന്നെ ആയിരിക്കണ്ടേ. സോ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. അത് നിങ്ങളുടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് പറയണേ? ഓക്കെ, അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് അടക്കാം അല്ലെങ്കിൽ ചെല്ലാൻ വഴി അടക്കാം. 2 രീതിയിലുണ്ട്. ഓൺലൈനായിട്ട് അടക്കുമ്പോൾ ബാക്കി പ്രൊസീജിയർ അപ്പം തന്നെ നമുക്ക് ചെയ്യാം. ചെല്ലാൻ അടക്കുമ്പോൾ ഫീസ് അടച്ചിട്ട് വരുന്ന പ്രൊസീജിയർ, ആ ഫീ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവാനായിട്ട് നമുക്ക് 24 hours ബാങ്ക് ടൈം നമുക്ക് എടുക്കും. സോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഓൺലൈൻ അടക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് അന്ന് തന്നെ ബാക്കിയും കൂടി ഫില്ല് ചെയ്ത് പോകാമല്ലോ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഇവരും തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ സർവീസ് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവർ ഫീസ് അടക്കേണ്ടത് ട്രഷറിയിലാണ്. ഗവൺമെൻറ് ട്രഷറിയിൽ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രോസ്പെക്ടസിൽ ക്ലോസ് 7.6 പറയുന്ന പോലെ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പ്രോസ്പെക്ടസ് വരുമ്പോൾ നോക്കുക 7.6 എന്താ പറഞ്ഞേക്കണേന്ന് അതനുസരിച്ചിട്ട് ചെയ്യുക. സർവീസ് കാൻഡിഡേറ്റ്സ് മാത്രമാണ് 800 രൂപ ഫീസ് അടക്കേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഫീസ് അടച്ച് നമ്മൾ SC അതുപോലെ തന്നെ കാറ്റഗറി കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ കാറ്റഗറി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ജനറലിന് കൊണ്ടുപോയി ഒരു റിസർവേഷനുള്ള ആൾ ഒരിക്കലും കാറ്റഗറി കൊടുക്കരുത്. ഇപ്പോൾ ജനറൽ 3 ഓപ്ഷനുള്ളൂ: ജനറൽ, അതേഴ്സ്, SC/ST. അപ്പോൾ ജനറൽ ഒരു റിസർവേഷനുള്ള ഇല്ലാത്ത കുട്ടികൾ മാത്രമാണ് ജനറലിൽ കൊടുക്കാൻ പാടുള്ളൂ. SC/ST അല്ലാത്ത, ജനറൽ അല്ലാത്ത ബാക്കി എല്ലാവരും അതേഴ്സിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് SC/ST തന്നെ കൊടുക്കണം. ഇത് നമ്മൾ ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ചെയ്യണതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഡ്രോപ്പ് ഡൗൺ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫോണിൽ കാണാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യണവരാണെങ്കിലും ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ കഫേയിലോ ഇൻ്റർനെറ്റ് കഫേയിലോ പോയിട്ട് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ SC/ST കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് 400 അവിടെ കാണിക്കും. അല്ലാത്തവർക്ക് 800 രൂപ കൊടുക്കണം കേട്ടോ ഫീസ്. പിന്നെ നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അല്ല കുറച്ച് കാര്യങ്ങളൊന്നും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കത് പിന്നീട് ആവശ്യം വരും. നമുക്ക് ലോഗിൻ ചെയ്യാനൊക്കെ ആപ്ലിക്കേഷൻ നമ്പർ വേണ്ടേ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോറി കേട്ടോ. ഓക്കെ, ഇനി ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസ് അടച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫീസ് അടക്കൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കിൽ അവിടെ കാണിക്കും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയി പക്ഷേ ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുൾ എന്നാണ് അവിടെ കാണിക്കണമെങ്കിൽ
അപ്പം തന്നെ വീണ്ടും പൈസ അടക്കല്ലേ, ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും അത് കയറി ഓക്കെ ആവണ്ടോ എന്നുള്ളത്. കാരണം വീണ്ടും അടച്ചാൽ വീണ്ടും ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ആ സൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് ഇഷ്യൂ ആണെങ്കിലും ആ ഒരു 2 സെക്കൻഡ് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. നിങ്ങൾ വീണ്ടും അടക്കുമ്പോൾ വീണ്ടും വെറുതെ പൈസ പോകും, അതവിടെ കാണിക്കില്ല. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും അവിടെ അൺസക്സസ്ഫുൾ എന്നാണ് കാണിക്കണമെങ്കിൽ വീണ്ടും അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇൻ കേസ് LBSന് അത് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തെ നിങ്ങളുടെ തിരിച്ചയക്കും, മറ്റേത് അവിടെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് എടുക്കും. അല്ല, കൂടുതൽ അയക്കുന്നത് 5 തുടങ്ങി 7 ദിവസത്തിനുള്ള അവർ തിരിച്ചയക്കുമെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് പല റിസർവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ കീമിൽ ഇല്ല അല്ലെങ്കിൽ സിയിൽ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് അറിയാം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഉള്ള റിസർവേഷൻസ് ഏതൊക്കെയാണോ അത് തെളിയിക്കാനായിട്ടുള്ള എല്ലാത്തിൻ്റെയും PDF ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണം. ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് പല റിസർവേഷനുണ്ട്. സീറ്റ് റിസർവേഷനുണ്ട്, പിന്നെ നമുക്ക് ഫീ കൺസെഷനുണ്ട്. SC ST OECയിൽ വരുന്ന ഒരു വിഭാഗം കുട്ടികൾക്കൊക്കെ ട്യൂഷൻ ഫീസ് അത് എത്ര ലക്ഷങ്ങൾ തന്നെയാണെങ്കിലും അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളും ഫീ കൺസെഷൻ ഉള്ളവരാണ്. ഞാൻ എപ്പോഴും സിയിൽ എടുത്തെടുത്ത് പറയാറുണ്ട് അവരുടെ റിസർവേഷനെ പറ്റിയിട്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് വന്നിട്ട് അവർ സങ്കടം പറയണ കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം വന്നു. നിങ്ങൾ ഈ റിസർവേഷൻ ഉള്ളതൊക്കെ ഒന്ന് പ്രോസ്പെക്ടസ് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതുള്ളത് കൊടുക്കുക. നമുക്കിത് ഗവൺമെൻറ് തരുന്നതല്ലേ മക്കളെ, അത് വാങ്ങിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഈ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് മിക്കതും വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതാണ്. അതല്ലാതെ ചിലത് തഹസീൽദാറിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്, അത് ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കീമിൽ വാങ്ങിച്ച് വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ മെഡിക്കലിനോ ഒക്കെ വേണ്ടി വാങ്ങിച്ച് വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കേരളത്തിൽ അഡ്മിഷന് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ മതിയാവും മിക്കതും കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് SC BC അതിൽ OBC ഉണ്ട്, OEC ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ OECക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. OECക്കാർ വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർക്കാർ പഠനാവശ്യങ്ങൾക്കായിട്ട് നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, ജോലി ആവശ്യത്തിനോ അല്ലെങ്കിൽ സെൻട്രൽ പർപ്പസിനായിട്ടോ വാങ്ങിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത് ആരുടെയും OBCക്കാരുടെ ആണെങ്കിലും OECക്കാരുടെ ആണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും പരിഗണിക്കില്ല. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾക്ക് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ തഹസീൽദാറിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഇതിനോട് കൂടെ തന്നെ പറഞ്ഞോട്ടെ കേട്ടോ, ഇതൊക്കെ ചിലവർ അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഫുള്ളും എല്ലാവരും കാണുമില്ലല്ലോ, അതാണ് സങ്കടം. ഇത് മാത്രമായിട്ട് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കും എന്നൊരു സങ്കടമുണ്ട്. കാരണം നിങ്ങളുടെ പാരൻസ് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരാണെങ്കിൽ അതിലൊരാൾ SC ST ആണെങ്കിൽ അദ്ദേഹത്തിന് SC STയുടെ എല്ലാ റിസർവേഷനും കിട്ടും. ആ കുട്ടിക്ക് SC STയുടെ കിട്ടുന്ന സീറ്റ് റിസർവേഷനും കിട്ടും, ട്യൂഷൻ ഫീ കൺസെഷനും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതിനായിട്ട് കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ തഹസീൽദാറിൽ നിന്നുള്ള ഈ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അത്രയും പാടുള്ളൂ. എനിക്കറിയില്ല അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് കിട്ടാമെന്നുള്ളത്. അങ്ങനെ ഉള്ളവർക്ക് അത് എളുപ്പമാണ്, അത് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ജാതി സർട്ടിഫിക്കറ്റാണ് SC STക്കാർക്ക് കൊടുക്കേണ്ടത്. അതിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ഒരാൾ SC ST ആണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടും. അതിനായിട്ട് ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റാണ് ഇതിൽ കൂടെ നൽകേണ്ടത്. ഓക്കെ, ഇനി ഈ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടാത്ത OECക്കാരുണ്ടല്ലോ, അവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇൻകം സർട്ടിഫിക്കറ്റ് 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റിസർവേഷൻ തെളിയിക്കുന്ന സ്ഥലത്ത് അത് അപ്ലോഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് അത് ഇൻകം തെളിയിക്കാനായിട്ട് അതിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി
നിങ്ങൾക്ക് അങ്ങനെ അതല്ല, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുത്തേക്കാം കേട്ടോ. കാരണം 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാവരും തന്നെ കൊടുത്തേക്കാം. ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീസ് ആനുകൂല്യമോ, സ്പെഷ്യലി അത് SC ST OEC-ക്കാർക്കാണ്. പക്ഷേ ഈ ചിലപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ എല്ലാവർക്കൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ചിലത് വരാറുണ്ട്. നമുക്കറിയില്ലല്ലോ, ഓരോ വർഷം എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇനി നമ്മൾ ഇൻകം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കേണ്ട, അല്ലേ, അല്ലെങ്കിൽ പോവണ്ട, നമ്മളത് വാങ്ങാൻ ശ്രമിക്കുക. സോ എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിന് വലിയ പാടൊന്നുമില്ലെന്നേ. വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് കൊടുത്താൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ 2 ദിവസത്തിനുള്ളിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമ്മൾ കൊടുത്തേക്കണം എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ തെറ്റാണെന്ന് വില്ലേജ് ഓഫീസർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്വേഷിക്കാനൊക്കെ 2 ദിവസം കൂടി കൊടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ നേറ്റിവിറ്റി പ്രൂഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം കേരളീയനാണ് എന്ന് തെളിയിച്ച ഒരാൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ റിസർവേഷനൊക്കെ കിട്ടുള്ളൂ. സോ കേരളീയനാണെന്ന് തെളിയിക്കാൻ നമ്മൾ നേറ്റിവിറ്റി, അതായത് കേരളത്തിൽ ജനിച്ച ഒരാളാണ്, പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ ജനിച്ച സ്ഥലം പറയുന്നുണ്ടെങ്കിൽ അത് മതി നേറ്റിവിറ്റി പ്രൂഫായിട്ട്. ഇനി അതല്ല, SSLC സർട്ടിഫിക്കറ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം. മനസ്സിലാവണ്ടോ? ഇനി നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ലെങ്കിലും നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചാണെങ്കിലും നിങ്ങൾക്ക് കേരളീയനാണ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് നിങ്ങളുടെ പാരൻസിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഈ പറയുന്ന ഏതെങ്കിലും രേഖകളോ, മനസ്സിലാവണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പാസ്പോർട്ടോ SSLC സർട്ടിഫിക്കറ്റോ അതൊക്കെ കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകനാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാണ് അത് എന്നുള്ള ആ ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി വേണം. ആർക്ക്? നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, പക്ഷേ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ജനിച്ചതാണ് എങ്കിലും കേരളീയനായിട്ട് നിങ്ങൾ കണക്കിൽ ചെയ്യും. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അല്ലേ? ഒന്ന് അദ്ദേഹത്തിൻ്റെ നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ലൈക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ SSLCയുടെ സർട്ടിഫിക്കറ്റോ ഈ പറഞ്ഞ പോലെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാവും. അപ്പോൾ അത് 2 കൂടി മെർജ് ചെയ്ത് ഒറ്റ PDF ആക്കിയിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഏതെങ്കിലും കേസിൽ നിങ്ങൾക്ക് 2 PDFൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ 2 കൂടി മെർജ് ചെയ്ത് ഒറ്റ ആക്കിയിട്ട് വേണം ഒരു പ്ലേസിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഉള്ളവർ മാത്രം. ഓക്കെ, ഇനി EWS കിട്ടാനായിട്ട് വില്ലേജ് ഓഫീസ് നൽകുന്ന ഇൻകം ഓർ അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വരുമാന പരിധി 4 ലക്ഷമാണ്. ഇനി അതല്ലെങ്കിൽ AAY PHH സർട്ടിഫിക്കറ്റ് വാങ്ങുക കേട്ടോ. അന്യയോജന അല്ലേ, ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു. AAY PHH സർട്ടിഫിക്കറ്റ് വാങ്ങുക. EWS ഉള്ളവർക്ക് അതറിയാൻ പറ്റും. സോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെയും അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുടെയും കണ്ടറിലുണ്ടാവും. അങ്ങനെയുള്ള വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ മുസ്ലിം കുട്ടികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക് അതത് വിഭാഗത്തിൽ വരുന്ന കോളേജുകളിൽ അതത് വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ഉണ്ട്. സീറ്റ് റിസർവേഷനാണ്, ഫീ കൺസെഷൻ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അറിയില്ല കേട്ടോ, ഇനി അങ്ങനെ എന്തെങ്കിലും ഫീ കൺസെഷൻ ഉണ്ടോയെന്ന് അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സാധാരണ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ നിങ്ങൾ 8 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ വില്ലേജ് ഓഫീസർ OBC NCL സർട്ടിഫിക്കറ്റ് തരില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോളേജുകളിൽ മൈനോറിറ്റി റിസർവേഷന് അർഹതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുമില്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതിന് ഈ പറയുന്ന പോലെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അത് കിട്ടാൻ ഒരു പാടുമില്ല. അത് പെട്ടെന്ന് തന്നെ കിട്ടി. അതിന് അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. സോ അത് പെട്ടെന്ന് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അത് പറയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അങ്ങനെ ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങാനായിട്ട്. ഇനി NRI കോട്ട സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ NRIയുടെ സ്പോൺസർ സർട്ടിഫിക്കറ്റ്, സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, റവന്യൂ അധികാരികളിൽ നിന്നും ലഭിച്ച റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതും മറ്റ് സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ്റെ സമയത്ത് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ റിസർവേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരത് കിട്ടാനായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളും അവർക്ക് 40% ഡിസേബിലിറ്റി ഉള്ളവരെയാണ് ഇതിൽ പരിഗണിക്കുക. അപ്പോൾ അതായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. ഇനി സ്പോർട്സ് കോട്ട ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, എല്ലാവരും പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. പ്രിൻ്റ് ഔട്ട് എടുത്താലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ
കംപ്ലീറ്റ് ആവുള്ളൂ. സോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ സ്പോർട്സ് കോട്ട കൊടുക്കണ കുട്ടികളാണെങ്കിൽ നമ്മളിതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയും. ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയും. ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് അതിൽ പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ ഇനി സ്പെഷ്യൽ റിസർവേഷൻസ് പലതും ഉണ്ട്. അത് നമ്മുടെ പ്രോസ്പെക്ടസ് വരണം. അതിൽ പറയുന്ന ഏതെങ്കിലും റിസർവേഷൻ നിങ്ങളുണ്ടെങ്കിൽ കൊടുക്കാട്ടോ. പിന്നെ ഒന്നിലധികം റിസർവേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നിങ്ങളെ പരിഗണിക്കും. ഒന്ന് പറ്റിയില്ലെങ്കിൽ മറ്റൊന്നും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം റിസർവേഷൻ ഉണ്ട് എങ്കിൽ ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എല്ലാം കൂടി എന്തിനാണെന്നൊന്നും തീരുമാനിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിസർവേഷൻസ് ഒക്കെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ, അതായത് എക്സ് സർവീസ്മാൻ, അങ്ങനെയുള്ള സ്പെഷ്യൽ റിസർവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ പുതിയതായിട്ട് ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ഇനി സർട്ടിഫിക്കറ്റുകളുടെ മാതൃക എന്ന് പറയുന്നത് നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ കീമിലൊക്കെ കൊടുത്തേക്കണം തന്നെ മതി. പിന്നെ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഓൺലൈൻ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതൊക്കെ കുഴപ്പമില്ല കേട്ടോ. ചിലത് മാത്രമാണ് ആ കോപ്പി തന്നെ വാങ്ങാനൊക്കെ പറയാറ് സാധാരണ. പിന്നെ ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്താൽ മാത്രമാണ് നമ്മൾ പരിഗണിക്കൂ എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസ് വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 0471256063. അതുപോലെ തന്നെ ലാസ്റ്റ് 363 പകരം 364 വരുന്ന നമ്പറും നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാതെ വേറെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ ഈ ഒരു പേജിൽ രണ്ടാമത് ഇംഗ്ലീഷിൽ കൊടുത്തേക്കണ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വായിക്കാത്തവരാണെങ്കിൽ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാം. പിന്നെ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വാലിഡിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. NCLന് 1 വർഷമാണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇൻകം അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റിനും 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലേ, വാലിഡിറ്റി എന്ന് പറയുന്നത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കൂലേ, ഇത്രാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം, അതുവരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെങ്കിൽ വേറെ വാങ്ങണ്ട കേട്ടോ. മനസ്സിലാവുണ്ടോ? അല്ല, അഡ്മിഷൻ്റെ സമയത്ത് പിന്നീട് വേണമെങ്കിൽ അവർ പറയുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി. അല്ല, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ, പക്ഷെ അത് ഈ ഡേറ്റ് വരുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള വാലിഡിറ്റി ഉണ്ട് എങ്കിൽ അത് കൊടുക്കുക കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഏകദേശം ഒരു 14ഓളം LBS സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അവരുടെ നമ്പേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രോസ്പെക്ടസ് വരുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ, പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ഗവൺമെൻറ് ഇതിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യമൊന്നും കിട്ടിയെന്ന് വരില്ല. മിക്കവാറും LBSൻ്റെയൊക്കെ നമുക്ക് വിളിക്കുമ്പോൾ തന്നെയൊക്കെ അവൈലബിൾ ആണ് മിക്കപ്പോഴും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ നേരത്തെ തന്ന നമ്പർ കുറച്ച് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് പറഞ്ഞില്ലേ, അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉള്ള കുറച്ച് LBSൻ്റെ നമ്പറൊക്കെ തന്നിട്ടില്ലേ, അതിൽ വിളിച്ചാൽ അത്യാവശ്യമൊക്കെ ഫോൺ എടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാസർഗോഡുള്ള ആളാണെങ്കിലും കുഴപ്പമില്ലെന്നേ, കാസർഗോഡ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചോ, എല്ലാവരും പറയുന്ന ഒരു മറുപടി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെരുമാറാം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.